Hello, Namaskaram. It's me Kalakama Mahal. Welcome to my new video. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? ദ പവർ ഓഫ് എക്സ്പീരിയൻസ് അല്ലേ? പക്ഷേ ഇന്നത്തെ സബ്ജക്റ്റ് ദ പവർ ഓഫ് എക്സ്പെരിമെൻറ്റ്. പരീക്ഷണം. ചില ആൾക്കാരൊക്കെ പറയും, ഓ എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു പരീക്ഷണമായിരുന്നല്ലോ ഭഗവാനെ എന്നൊക്കെ വിളിക്കാറുണ്ട്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പരീക്ഷണങ്ങൾ എപ്പോഴൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുമോ അപ്പോഴൊക്കെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ക്ലാസ്സിൽ ഒരു 40 കുട്ടികളുണ്ടെന്നിരിക്കുക. അവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയായിരിക്കും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. പക്ഷേ എക്സാമിന് മാത്രം അടുത്തടുത്തിരുത്തത്തില്ല. അതൊരു പരീക്ഷണമാണ്. ആരൊക്കെ ഈ ഘട്ടം കടക്കും? അവിടെ സെൽഫായിട്ട് തന്നെ സൊല്യൂഷൻസ് കൊടുക്കേണ്ടത്, സെൽഫായിട്ട് തന്നെയാണ് ആൻസർ കൊടുക്കേണ്ടത്, സെൽഫായിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യേണ്ടത്, സെൽഫായിട്ട് തന്നെ ഞാൻ പഠിച്ച കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യണം, സെൽഫായിട്ട് തന്നെ ഞാൻ റീതിങ്ക് ചെയ്യണം, സെൽഫായിട്ട് തന്നെ ഞാൻ എന്നെ അവിടെ സബ്മിറ്റ് ചെയ്യണം. സോ പരീക്ഷണ കാലയളവിൽ നമ്മൾ ഒറ്റയ്ക്കാകും. പരീക്ഷണ കാലയളവിൽ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ആദ്യം അംഗീകരിക്കേണ്ടത് ഇത് പരീക്ഷണമാണ്, ഇതൊരു പരീക്ഷയാണ്, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കണം. ബിക്കോസ് ഇത് എൻ്റെ വിജയത്തിന് തൊട്ട് മുൻപുള്ള ഘട്ടമാണ്. ഇത് എൻ്റെ മാത്രം വിജയത്തിൻ്റെ ഘട്ടമായതുകൊണ്ട് എനിക്കിവിടെ വിജയിച്ചേ പറ്റത്തുള്ളൂ. സോ ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കണം. ലൈഫിനകത്തുള്ള എക്സ്പെരിമെൻറ്റ് കാലയളവിൽ നമ്മൾ എന്തൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും, പരീക്ഷണ കാലയളവിൽ നമ്മൾ നേരിടുന്ന ഓരോ കാര്യങ്ങളും ടഫായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എക്സാം വരുമ്പോൾ ആ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ചിലപ്പോൾ ടഫായിരിക്കും. ബുജികളെ കേസല്ല കേട്ടോ പറഞ്ഞത്. ബുജികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള എന്നെ പോലെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷണ കാലഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ ലൈഫിനകത്ത് ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നേരത്തെ പല വ്യക്തികളുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളതോ ഫെമിലിയർ ആയിട്ടുള്ളതോ ആണ് എങ്കിൽ കൂടിയും നമ്മുടെ ലൈഫിനകത്ത് വരുമ്പോൾ അത് ഇച്ചിരി ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഫീലിങ്സിന് അധികം സ്ഥാനം കൊടുക്കരുത്. എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ഉണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. ലൈഫിനകത്ത് വരുന്ന പരീക്ഷണ കാലഘട്ടങ്ങളെ ആദ്യം കോൺഫിഡൻസ് വെച്ച് നമുക്ക് നേരിടാൻ സാധിക്കണം. ഒരു എക്സാമിൽ തോറ്റു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അത് വലിയ വിഷയമല്ല. അതുപോലെ നമ്മുടെ ലൈഫിനകത്ത് ചില പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ തോൽവിയെ സ്വീകരിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നാലും ബി കോൺഫിഡൻറ്റ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. ബിക്കോസ് കാലം തിരിയും, ദിവസങ്ങൾ മാറും, നമ്മിലെ ഊർജങ്ങൾ മാറും, നമ്മുടെ സാഹചര്യങ്ങൾ മാറും. നമ്മളും ഒരിക്കൽ ഈ പരീക്ഷണത്തെ വിജയിക്കുക തന്നെ ചെയ്യും. പരീക്ഷണ കാലയളവിൽ ഈ പരീക്ഷണങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ നിന്നിട്ട് പിന്തിരിഞ്ഞ് ഓടാൻ നിൽക്കരുത്. ഓരോ പരീക്ഷണങ്ങളും നമ്മളെ സ്ട്രോങ് ആക്കും. ഓരോ പരീക്ഷണങ്ങളും നമ്മളെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്തെടുക്കും. അത് നമ്മൾ പോലും അറിയാണ്ട് നമുക്കകത്തുണ്ടാകുന്നൊരു കാര്യമാണ്. സോ പരീക്ഷണം അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ പരീക്ഷാ ടൈം, നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ പരീക്ഷണ കാലയളവിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സെൽഫ് കോൺഫിഡൻസിനാണ്. ആ ഒരു കോൺഫിഡൻസ് വിട്ട് കളിക്കരുത്. പരീക്ഷണങ്ങൾക്കകത്ത് നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിനെ അടുത്ത ദിവസങ്ങളിലും അടുത്ത നാളുകളിലും ഒക്കെ അത് ചേഞ്ച് ചെയ്തൊരു പുതിയ ഒരു ഡിസൈനായിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ചില വ്യക്തികളിൽ ഫിസിക്കൽ പരീക്ഷണങ്ങൾ വരാം, ചില വ്യക്തികളിൽ മെൻ്റൽ പരീക്ഷണങ്ങൾ വരാം,
സാഹചര്യങ്ങൾക്കകത്തുള്ള പരീക്ഷണങ്ങൾ വരാം, വ്യക്തികൾ തമ്മിലുള്ള പരീക്ഷണങ്ങൾ വരാം. ഈ പരീക്ഷണ കാലയളവിനെ അതിജീവിക്കാൻ നമ്മളെപ്പോഴും കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. ഈ സമയവും കടന്നു പോകും, ഏതൊരു സമയവും കടന്നു പോകും. നമ്മുടെ ലൈഫിൽ ശാശ്വതമായിട്ടൊന്നുമില്ല, അതും ഈ ഫിസിക്കൽ ലൈഫിൽ എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. സൂര്യനും ചന്ദ്രനും ഈ സൗരയൂഥത്തിലെ നക്ഷത്രങ്ങളും ബാക്കിയുള്ള ഈ പ്രപഞ്ചത്തിനകത്ത് കാണുന്നതും കാണാത്തതുമായിട്ടുള്ള സകല വസ്തുക്കളും ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിലല്ല തൊട്ടടുത്ത നിമിഷം നിൽക്കുന്നത്. ഭൂമി എന്ന് പറയുന്നത് തന്നെ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഭൂമി ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിലല്ല, തൊട്ടടുത്ത് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര കിലോമീറ്റർ ഇത് സഞ്ചരിച്ചു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇതുപോലെ തന്നെ പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ ഒരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പരീക്ഷണ കാലഘട്ടങ്ങളും മാറും. നമ്മളിപ്പോൾ ഏത് പരീക്ഷണ അവസ്ഥയിലാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പരീക്ഷണ കാലഘട്ടത്തിലാണോ ഇരിക്കുന്നത്, ഏത് പെയിൻഫുൾ കണ്ടീഷനിലാണോ ഇരിക്കുന്നത്, ഈ സമയവും കടന്നു പോകും, ഈ സമയവും കടന്നു പോയിരിക്കും. ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ ഒരിക്കൽ നമ്മൾ തോൽക്കാം, 2 പ്രാവശ്യം തോക്കാം, 3 പ്രാവശ്യവും തോക്കാം, 4 പ്രാവശ്യവും തോക്കാം, അങ്ങനെ 400 പ്രാവശ്യവും തോക്കാം. പക്ഷെ വീണ്ടും നമ്മുടെ മുമ്പിൽ അവസരം ഉണ്ട്. സോ പരീക്ഷണ കാലയളവിനെ ധൈര്യത്തോടു കൂടി നേരിടുക, കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് നേരിടുക, വിശ്വാസത്തോടു കൂടി നിന്ന് നേരിടുക. ഈ സമയവും കടന്നു പോകും, നമ്മൾ ജയിക്കും.